ചെറുതായിട്ട് തെറ്റിയോ എന്ത് പണിക്കങ്ങൾ പോണേക്കാ വില കുറവല്ലേ രാവിലെ കഴിഞ്ഞോ ആ ഞങ്ങള് പോയപ്പോ നിങ്ങക്ക് സന്തോഷല്ലേനോ അപ്പി എന്തിനാ രാത്രി പോകുമ്പോ മരം ചവിട്ടി തള്ളി തോരൻ കർമ്മൂസ വെളുമേറി പണിയെടുക്കാൻ പോകുന്നതാണല്ലോ ഓന് സൺഡേ പപ്പിന്റെയും മോന്റെ ദിവസാ പണിയെടുക്കാൻ പോകുന്നതാണ് നിന്നോട് എന്തായാലും പറഞ്ഞിക്ക ഞാൻ പോണ്ടേ എന്റെ പപ്പന്റെ കൂടെ പണിയെടുക്കണം എന്ത് പണിയോ നിങ്ങൾ കൊടുക്കണേ കുരുമുളക് വള്ളി നടാനോ നിങ്ങൾ തെറ്റിയോ രണ്ടാളോ ചെറുതായിട്ട് തെറ്റിയോരി നിങ്ങളെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ല അറിയേണ്ടതാ വില കുറവല്ലേ ആൾക്കാരാ ആപ്പിളോ അല്ലെങ്കിൽ മുസമ്പിയോ അതെ ഇങ്ങോട്ടും പറ്റും പെണ്ണുങ്ങൾക്ക് തിരിച്ചൊക്കെ സംഭവിക്കും അയ്യോ ഒരു സാധനം പെണ്ണുങ്ങൾ പെരേന്ന് കൊണ്ടുവന്നിട്ട് അത് പോരെ പോലും കുട്ടം തരണ ഞാൻ ചക്ക് അമ്മാന്റെ വെള്ളം ഉണ്ടല്ലോ ഇവിടെ മുത്താരി വെള്ളം എന്നാ കണ്ടില്ല നിങ്ങളെ എന്ത് പണിക്കങ്ങൾ പോണേക്കാ പണിക്ക് വേണ്ടിട്ട് മകൻ കരഞ്ഞു നിങ്ങളിവിടെ സലാഡ് ഉണ്ടാക്കുക ഓ പണിക്കാരനാണേ നമ്മളെ പണിക്കാരനാണേ നിങ്ങൾ പണി കൊടുക്ക അതിനല്ല ഇപ്പൊ ഞാൻ കാരുമ്പോ ഓടി വന്ന ചോദിക്കാം അല്ലേ അതിന്റെ പപ്പ എന്ത് പണി ഞങ്ങൾ കാട്ടിയ പണി തരാന്നിട്ട് ഇത്തിരി പണി അവന് കൊടുത്തത് രാവിലെ കഴിഞ്ഞോ ഓന് വൈകുന്നേരം പണി കൊടുക്കാം കേട്ടോ അപ്പ അല്ലക്കാ എന്താ ഇപ്പൊ പരിപാടി മനസ്സിലായില്ല ആ സലാഡോ ഓയ് ഞമ്മക്ക് ഞമ്മക്ക് ഇന്ന് ഇതില്ലല്ലേ അല്ല ഓൽക്ക് റേക്കാക്കൊക്കെ കല്യാണം ഞങ്ങക്ക് സാധാ ചോറ് നമ്മള് പാവപ്പെട്ടോല അല്ലേ ആ എന്നെ കേട്ടില്ല നിങ്ങള് സലാഡ് ഇതുണ്ടാക്കാൻ ഐസ്ക്രീം ഒക്കെ വേണ്ടല്ലേ ആ എന്നെ പറ്റിക്കുക അല്ലേ ഞങ്ങള് പോയപ്പോ നിങ്ങക്ക് സന്തോഷല്ലേനോ എന്നിട്ട് എന്താ ഞങ്ങള് നിക്കാക്കാൻ ഞങ്ങള് ആര് നിങ്ങളല്ലേ ആ അല്ലക്ക ഞങ്ങള് പോയപ്പോ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞേ ആര് ഞാനില്ലാൻറ്റോ കുട്ടിയില്ലാൻറ്റോ അപ്പൊ ഞാൻ പോയാലും കുഴപ്പമില്ല ആ ആ അവരാരാ അമ്മമാക്ക് ഇപ്പൊ ഞങ്ങള് പോകുമ്പോ പറയാണ് ഞങ്ങള് പോവല്ലേ എന്തിനാ പോണ കൊറേ ചീത്ത പറഞ്ഞേ അതാ രസോ എന്തിനാ പോണേ എങ്ങോട്ടോ പോവാനാണ് ആ കൊറേ നേരം ഉണ്ട് അല്ലേ ആ എന്നിട്ട് പറയാണിക്കാ ഞാൻ പോട്ടെ എങ്ങനെ നേരം പോയി എന്നിട്ട് ഇക്കാ എന്നിട്ട് പറയാട്ടോ നിങ്ങൾ പോയിക്കോളി കൊറേ ദിവസത്തിന് പോയിക്കോളി എനിക്ക് കുഴപ്പമില്ല എവിടെ ഇപ്പൊ വന്നപ്പോ രാവിലെ നാവും ഞാൻ പറഞ്ഞ മാതിരി വന്ന് എങ്ങനെ നിങ്ങളെ വീഡിയോ കണ്ടാണ്ട് ഇങ്ങക്ക് ഇഷ്ടപ്പെട്ട എപ്പോഴും കാണുന്ന ചാനൽ ഏതാ ഓന്റെ വീഡിയോ കാണും വീട്ടില് വന്നു യെസ് അപ്പൊ ഉമ്മാന്റെ ഇക്കാന്റെ മാതിരി തന്നെയല്ലേ അല്ലേ നല്ല ചെക്കന് എന്താ ഒരു വന്ന് ഓരോ കുടുംബം ആ അത് മാത്രം പറയണ കുടുംബം നല്ല അടിപൊളിയാ അല്ലേ
നാടല്ലോ എന്റെ തൊഴിൽ സ്റ്റെപ്പിന് ഹോട്ടൽ തരാറില്ലേ അതിന്റെ അമ്മ ഞാൻ ലഡും കൊണ്ടുപോയിട്ടമാറുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു വീടും കിട്ടിയോണ്ട് രണ്ട് ഉമ്മമാര് പരിചയപ്പെട്ടായിരുന്നു. ഉമ്മ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പറയണ്ട അമ്മക്ക് എത്ര ഉണ്ട് അമ്മക്ക് സ്നേഹക്കണ്ടല്ലോ കുട്ടിനെ ഒപ്പിക്കുന്നുണ്ടല്ലോ ചേർന്ന്. ഇന്ന് പോണ്ടേ പപ്പന്റെ കൂടെ പോണ്ടെന്ന് വല്ല ഇതാക്കിയാണ്ട് നിങ്ങളെ ആസ്വദിച്ച് കഴിക്കാലേ എന്നിട്ട് കഴിക്കൂല. ഒന്ന് കഴിച്ചാ തീറ്റോ പപ്പ കുറച്ചാ കൊണ്ടുപോയി അന്നാ കൊണ്ടാ നിങ്ങൾ കണക്കാ മാക്കണമ്മ. ഐ ഗ്യാപ്പ് ഉണ്ടാവില്ല. രണ്ട് കൈ അല്ല 2 ചെമ്പട്ടി ചോറുന്നുണ്ടല്ലേ. ഒരു പേടിക്കാനില്ല ആർക്കും കൊടുക്കാതെയല്ല എല്ലാരും വയറ് നിർത്തിയെങ്കിലേ ഈ 2 പ്ലേറ്റ് പോകും. അത് ശരിയാ. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാരും കഴിപ്പിച്ചതിന് ശേഷം ഉമ്മ ഇരുന്നപ്പോ വേറെ അപ്പളേ നടയുള്ളൂ. അല്ലെങ്കിൽ ഇനി എത്ര വിശന്നാലും വയറ് നടയില്ല. അതൊരു പ്രത്യേകതയാണ്. ഇവിടെ ചളി അടിച്ച് നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കാര്യം ചെയ്യാത്തിനിപ്പോ ആര് തെണ്ടിപ്പാപ്പ അതിലെ ചോറ് ചോദിച്ചിട്ട് ചോറ് ഇവിടെ ഏറ്റവും കൂടുതൽ ചളി ഇല്ലാത്ത ടൈമില് ഈ ഒരു ടാബിളാണ് സാക്ഷിയാവല് അല്ലേ. ചളി ടേബിളാണിത്. ഈ ഒരു ടേബിളില് നിന്നോൽക്ക് അറിയാത്രത്തോളം ചളി ഉള്ളതാണ് ഇക്കാന്ന്. ഓ ഇക്ക മിണ്ടൂല ഇക്ക അല്ല ഉമ്മ എല്ലാരും പറയല്ലോ ഇക്ക സംസാരിക്കൂലേ മുണ്ടൂലേ എന്നൊക്കെ. ഇതിന്റെ ചളി അമ്മക്ക് രണ്ടാക്കല്ലേ അറിയുള്ളല്ലേ അല്ലേ. ചളി മട്ടമാണ് നടന്ന അതിനതില് നടക്കുള്ളൂ. ഓരോരുത്തരെയും മൈത്തപ്പ ഇത് നടക്കണ ആ രീതി നടക്കണമെങ്കിൽ ഉണ്ടല്ലോ ഓന്റെ ഒറിജിനൽ വേഷം. ഓ ആദ്യമായിട്ടൊരു അടുക്കളയിൽ വന്നിട്ട് സാലഡ് എല്ലാം ഉണ്ടാക്കലുള്ളൂ അല്ലേ. കൂട്ടാനൊന്നും ഉണ്ടാക്കില്ലല്ലോ. ആവും ആണ്ടി അതില് പറഞ്ഞതല്ലേ കളഞ്ഞു കൊടുക്കാം. തൊലി കളഞ്ഞു കൊടുക്കാം. ഇതിലിപ്പോ എന്തൊക്കെയാ ഇടുന്നേ മനസ്സിലായില്ല. വേസ്റ്റാ. ഓ ആ പെണ്ണുങ്ങളിപ്പോ ഇങ്ങനെ പൈനാപ്പിളൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നല്ലോ ഗൈസ്. അപ്പൊ വേറൊരു സംഭവം ഇന്നിപ്പോ സലാഡൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം എന്താ പറയുക. പെണ്ണുങ്ങള് വീട്ടിൽ നിന്ന് വന്നപ്പോ പൈനാപ്പിൾ കൊണ്ടുവന്ന് പിന്നെ പോരുന്ന വഴിക്ക് 2 ആപ്പിൾ കൊണ്ടുവന്ന് ഒരു മാങ്ങയും കൊണ്ടുവന്ന്. അപ്പൊ കിട്ടിയവന് നല്ല ഉഷാറായി. എടാ അപ്പൊ ഞാൻ കൊണ്ടുവന്നപ്പോ കിട്ടിയവന് ആപ്പിളേ വാങ്ങിയതാ. മാങ്ങി വാങ്ങിയാണ് ഒരു പച്ചാങ്ങ. അപ്പൊ ഈ പൈനാപ്പിളും കൊണ്ടുവന്നിട്ട് അപ്പൊ വലിയ ആളായുണ്ട്. എന്നിട്ട് എന്നോട് അറിയാം ഇത് തിന്നാ മാത്രം കുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് അരിഞ്ഞാന്ന് മര്യാദയോടെ അടിഞ്ഞുകൂടി. പെണ്ണുങ്ങള് പൈസ എടുത്ത് കൊണ്ടുവന്നില്ലേ. നിങ്ങള് തുപ്പിയക്കല്. വരി ഇതാ നിങ്ങൾക്കൊരു മധുരം കഴിക്കണ്ടേ ചോറിന് മുകളില്. ഇതാ നമ്മളെ പുഡിങ് സോഫ്റ്റ് നമ്മളെ പുഡിങ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? മുമ്പേ പിന്നെ ചെലവിന് പോണ ഒരു കുടിയിലെ ഒരു കാക്കണ്ടായിരുന്നു. അപ്പൊ ആ വരയില് നിറച്ച് കർമ്മൂസല്ല മരം ഉണ്ടായിരുന്നു. നിറച്ച് കർമ്മൂസ ഉണ്ട്. അപ്പൊ അപ്പൊ എന്നും ഉണ്ടാവും ആ ചെലവിന്റെ വരയില് കർമ്മൂസയുടെ എന്തെങ്കിലും ഒരു ഐറ്റംസ്. അങ്ങനെ ഇയാൾക്ക് ദേഷ്യം പിടിച്ച് ഇയാള് ഇന്നും കർമ്മൂസന്റെ ബോട്ടെ വെച്ചിട്ട് അതെങ്ങാനും അത് തള്ളിട്ടാലേ പിന്നെ കർമ്മൂസോണ്ടേ ശല്യം ഒഴിവാൻ വേണ്ടി ഇയാൾ മരം ചവിട്ടി തള്ളിട്ടു. അപ്പൊ അയ്മലാണെങ്കിൽ നിറച്ച് കർമ്മൂസുണ്ട്. അത് തീരാൻ വേണ്ടി ഉണ്ടാക്കിയേക്കാരുന്നല്ലേ. അപ്പൊ കർമ്മൂസം നമ്മൾ വരല് തോന്നുണ്ടാകുമ്പോ നമ്മൾ എന്തെങ്കിലും പ്രധാന കർമ്മൂസം ഉണ്ടാവല്ലോ. അതേമാതിരി ചെലവിന് വരുന്നതാണ് ഈ ഡയലി ഇവരേക്ക്. അന്നേരം ഇയാള് ദേഷ്യം പിടിച്ചിട്ട് രാത്രി പോകുമ്പോ എന്ത് ചെയ്ത് മരം ചവിട്ടി തള്ളിട്ടു. ഇതുപോലെ നിറച്ച് കർമ്മൂസ. അപ്പൊ പിന്നെ എന്ത് ചെയ്തറിയോ, പിന്നെ പിറ്റേന്ന് ചെലവിന് കൂടി വന്നപ്പോ കർമ്മൂസ ഉപ്പേരി, കർമ്മൂസ വെളുവേറി, കർമ്മൂസ തോരന്, ഈ കർമ്മൂസ കൊണ്ടാ പിന്നെ എല്ലാ പരിപാടി. ഒരാഴ്ച പിന്നെ എന്ത് ചെയ്ത്
കർമൂസിന്റെ ഐറ്റംസ് തന്നെ 4-5 ഐറ്റംസ് അത് അത് ഒടിച്ചിട്ടതിന് ശേഷം അയാളത് ചവിട്ടി തള്ളിട്ട് അപ്പൊ നിറച്ച് കർമൂസ ഉണ്ടല്ലോ ഇത് തീരണല്ലോ അപ്പൊ പിറ്റേത് മുതൽ എന്ത് ചെയ്ത് കർമൂസന്റെ ഉപ്പേരി കർമൂസ തോരൻ കർമൂസ വെളുപേരി അപ്പൊ അയാൾക്ക് വേണ്ടില്ലേ ആയി പോയില്ലേ ചവിട്ടി തള്ളിട്ട് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ അന്ന മാതിരി ഇനിയിപ്പം ഒരാഴ്ച ഒരു മാസം ഇനിയിപ്പോ ഈ കൈതച്ചക്ക കൊണ്ട് ഇപ്പൊ കൈതച്ചക്കക്ക് വില കുറവാണ്. ചില സ്ഥലത്ത് ബോർഡിലുണ്ട് റേക്ക 18 പീസ് 100 റുപ്യ. അതെന്താ കുഞ്ഞു കുഞ്ഞി ഇപ്പൊ അതുപോലെ 2.5 കിലോ 100 റുപ്യൊക്കെ ഉള്ളൂ. പക്ഷെ എങ്ങനെയുണ്ട് ഉമ്മ പുഡിങ്? അടിപൊളിയല്ലേ? നിങ്ങക്ക് പഠിക്കാനാ? ഞാൻ പഠിപ്പിച്ചേണ്ട കേട്ടോ. ഓ കൈതച്ചക്ക ഒരുക്കല്ലോ ആർക്കും ഇഷ്ടമല്ല അതൊക്കെ അല്ലേ? ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടാ. അപ്പൊ നമ്മളെ പുഡിങ് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പുഡിങ് ഉണ്ടോ? നല്ല പഞ്ഞി പോലത്തെ പുഡിങ് അല്ലേ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് സലാഡിക്ക് ഇടുന്ന നമ്മളെ വിനീഗർ, ആപ്പിൾ വിനീഗറാണ്. ഇതിന് നല്ല വില ഉണ്ട്. എത്ര 200 ഇക്ക? അപ്പൊ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം അല്ലേ? മറ്റേ നമ്മളെ വിനീഗറിനാട്ടിലും ബെറ്റർ അല്ലേ? അപ്പൊ ഇതാട്ടെ ഡയറ്റിങ്ങാർക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ സാലഡിക്കൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ വാങ്ങിച്ചേ ഇല്ലേ? ഇത് ഇങ്ങോട്ട് ഫിനിഷ് ആക്കി. ഓ അത്ര കൊയ്ക്കണക്കാ. അപ്പൊ നമ്മളിതാ വിനീഗർ ഒഴിച്ചു. പിന്നെ ഇക്കാൻ്റെതാ കുരുമുളക് പൊടി ഒഴിച്ചു. ആഹാ ഉപ്പിട്ടാലേ തീറ്റ പറയാ അല്ലമ്മ? ഇങ്ങളതും ചെയ്യും. നിങ്ങള് സാധനം വേറെയാന്ന്. ഇക്ക ഇതാ ഇന്നെന്തായാലും പുഡിങ് നിങ്ങളെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം. നല്ല സോഫ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട് ഈ പൈനാപ്പിളൊക്കെ കുറ്റം പറഞ്ഞിട്ട്? നല്ല സോഫ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഇല്ലേ സംഭവം? വേറൊരു കാര്യം, നമുക്ക് ഏറ്റവും നല്ല ടോപ്പിൽ ഒരു പീസിന് 100 റുപ്യ ഉണ്ടാകുമ്പോൾ എന്തായാലും പൈനാപ്പിളിനോട് ഉണ്ടാക്കാനില്ലല്ലോ. ആ പൈനാപ്പിളോട് ഇഷ്ടമുള്ളതൊക്കെ അതേമാതിരി റൈറ്റ് കുറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുക. അതല്ലേ ബെറ്റർ. അപ്പം എന്തായാലും ഇതാ ഞാനും കഴിക്കുക. കണ്ടില്ലേ പഞ്ഞി പോലത്തെ നമ്മളെ ഭയങ്കര പോളിങ് ആണല്ലോക്കാ. ഒരു പ്ലേറ്റ് നിറയുണ്ടായിരുന്നു. ഞാനതിലൊന്ന് കൈയിടാൻ നോക്കിയപ്പോൾ ഏകദേശം ഫിനിഷ് ആയല്ലോ. അല്ല നിങ്ങളിപ്പോ ഒരു ബിരിയാണി ഒരു കിൻഡല് കഴിച്ചു വരില്ലോ ഒരു കല്യാണ വീട്ടിൽ നിന്ന്. ഓ ചാച്ചി നമ്മളൊന്ന് ആസ്വദിച്ച് ഇരിക്കട്ടെ കൈ ഇടാൻ ഫിനിഷായി. ഞാനതിലിപ്പൊ കൈക്കാലം വെച്ച് വന്ന് നോക്കി പിടിക്കണി. ആ നമ്മക്കൊരു കഥ ഇട്ടെന്ന് കാക്ക വല്ലാതെ വടിയാക്കി. ഇതാണ് ഇഷ്ടമില്ലാതായാലും അങ്ങനെയാണ്. തെന്നില അറിയണ്ടായിച്ച് ലാസ്റ്റ് കേസ് കണ്ടില്ല. എനിക്കൊരു തുള്ളി വെച്ചിട്ടുള്ളൂ. ഉമ്മ ഇവിടെ പുഡിങ്ങും കഴിക്കണുണ്ട്. ഉമ്മ അതാ ഉമ്മതമ്മ അല്ലമ്മ പുഡിങ്ങൊക്കെ മധുരം ഭക്ഷണത്തിന് ശേഷം ഉമ്മാക്കൊരു മധുരം ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചിങ്ങ നടക്കണ കാണാം. ലഡുവോ പഞ്ചസാരയോ എന്തെങ്കിലുമൊക്കെ വായിലങ്ങ് ഇടും. മധുരം എനിക്കറിയാലോ. അത് ഷുഗറൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. പേരെ കൊണ്ടേക്കും. അപ്പൊ എന്നോട് കൊളസ്ട്രോളിന് ഗുളിക കഴിച്ചണ വെച്ച് അത് വല്ല മുന്നേ ഗുളിക കഴിച്ചാൽ പറഞ്ഞ ഇതുവരെ ഒന്നുമില്ലല്ലോ. അതാണ് എൻ്റെ പരിപാടി. അതാണ് റുക്കിയോളൂ. ബോധക്കേട് അപസ്മാരം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകണം. നിങ്ങൾ കഥ അറിയുമ്പോൾ എൻ്റെ കുട്ടി ഇനിയിപ്പോൾ അത് ഫിനിഷ് ആക്കും. ഞാൻ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് ഇക്ക കഴിച്ചു. രണ്ടാമത്തെ ഇതാ കുറച്ച് ഇക്ക എനിക്ക് തന്നത് ഇതാ ഹസുമോനും കഴിക്കാൻ വരുന്നത്. ഏതായാലും ഇവിടുത്തെ കഴിച്ചു. അപ്പോൾ ഏതായാലും
എല്ലാവരും കൂടി അത് ഫിനിഷ് ആക്കി പ്ലേറ്റ് കാലി ആക്കിയിട്ടുണ്ടല്ലേ ഹസ്മോനും പപ്പയും കഴിച്ചു. എനിക്കൊരു കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അയ്യേ ഫേസിലാവുന്നുണ്ട്. ഐ